ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു TS ഫാഷൻ. ഇന്ന് നമ്മൾ കഥകളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്രിലിക് വൈറ്റ് ഉപയോഗിച്ച് 2 കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഒരു കഥകളിയുടെ ഒരു സ്കെച്ച് എടുക്കാം. അത് ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം. യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്താൽ മതിയാവും, ബ്ലാക്ക് യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫേസ് ഞാൻ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിരീടം ഉണ്ടാക്കാം. കിരീടം ഉണ്ടാക്കുന്നതിനായി ഞാൻ ജാമിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്, 2 ചിരട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തെടുക്കാം. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് മൊത്തം അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരൊത്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൽ മെറ്റാലിക് ഗോൾഡൻ കളർ അടിക്കണം. അടിച്ചുണങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിരീടത്തിൻ്റെ വേറെ പോർഷൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു റേഡിയസ് 11 സെൻറ്റിമീറ്ററിൽ സർക്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ കിരീടത്തിൻ്റെ ടോട്ടൽ സർക്കിൾ. ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സർക്കിൾസും കൂടെ വരച്ചെടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ടാണ്. ഇനി അത് വെട്ടിയിട്ട് കുറച്ച് കട്ടി
വരാനായിട്ട് നമുക്ക് കാർഡ്ബോർഡിൽ ഇത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് കിരീടത്തിൻ്റെ ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ബാക്ക് പോർഷൻ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗോൾഡൻ കളറും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. റെഡും ഗ്രീനും വൈറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പോർഷനും കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എൻഡ് പോർഷനിൽ നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഗോൾഡൻ കളർ സിൽക്ക് ത്രെഡാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കിരീടം റെഡി ആയിട്ടുണ്ട്.
ഇനി താടിക്ക് വേണ്ടി ചാർട്ട് പേപ്പറിൽ ഇങ്ങനൊരു ഷേപ്പ് വെട്ടിയെടുക്കാം. വൈറ്റ് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വൈറ്റ് വൂളൻ ത്രെഡ് കൊണ്ട് ഇങ്ങനെ ലെയർ പോലെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ കുപ്പിയിൽ ഒട്ടിച്ചെടുക്കാം. ഇനി കിരീടം കൂടെ ഒട്ടിച്ചാൽ നമ്മുടെ കഥകളി ബോട്ടിൽ ആർട്ട് റെഡിയാകും. ഇതിങ്ങനെ ബോൾ ചെയിൻ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കിരീടവും വെച്ചു. നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.